ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ SCRT ബേസ്ഡ് ആയിട്ടുള്ള A+ ചോദ്യങ്ങളാണ്. സോ വീഡിയോ മുഴുവനും കാണുക കേട്ടോ. ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ചോദ്യം നന്നായിട്ട് റീഡ് ചെയ്യുക. ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 4 സർക്കിൾസ് ആർ ഷോൺ ബിലോ. താഴെ 4 വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. എ കോഡ് ആൻഡ് ടാൻജന്റ് അറ്റ് ഇറ്റ്സ് എൻഡ്. ഇതിവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു കോഡ് ഉണ്ട് അഥവാ ഞാനുണ്ട്, അതിൻ്റെ 2 തൊടുവരകളും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ചിത്രത്തിലും. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇൻ വിച്ച് പിക്ചർ ഈസ് y ഈക്വൽ ടു ഹാഫ് എക്സ്. ഈ 4 ചിത്രത്തിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ വരുന്ന രീതിയിൽ y ഈക്വൽ ടു ഹാഫ് എക്സ് അല്ലെങ്കിൽ 2y ഈക്വൽ ടു എക്സ് രണ്ടും സെയിം ആണ്. ഇങ്ങനെ കണ്ടീഷൻ വരുന്ന ഏത് ചിത്രമാണുള്ളതെന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നോക്കാം. നമുക്കറിയാം ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഒരിക്കലും ഈക്വൽ അല്ല. പക്ഷേ ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. പക്ഷേ ഇവിടെ എക്സും വൈയും ഹാഫ് ആയിട്ടുള്ള റിലേഷൻ നമുക്ക് കിട്ടൂല. ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ലിനിയർ പെയറാണ് അഥവാ രേഖീയ ജോഡിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സും വൈയും കൂട്ടിയാൽ 180 ആണ്. ഓക്കെ, എന്നാൽ ഈ കാണുന്ന ചിത്രം നോക്കിയേ. നമുക്കറിയാം ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു സർക്കിള് അതിൻ്റെ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കാണുന്ന ചിത്രത്തിൽ എക്സും വൈയും ഈക്വൽ ആണ്. എന്നാൽ ഈ കാണുന്ന ചിത്രം നോക്കിയേ, ഇവിടെ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഈ കാണുന്ന ചിത്രത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഓക്കെ, ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പം നമുക്കറിയാം ഈ കാണുന്ന ആംഗിളിൻ്റെ ഡബിൾ ആണ് ഈ കാണുന്ന ആംഗിൾ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഡബിൾ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇതിൻ്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ എക്സിൻ്റെ പകുതി എന്ന് പറയുന്നത് വൈക്ക് ഈക്വൽ ആണ്. എക്സിൻ്റെ പകുതി എന്ന് പറയുന്നത് വൈക്ക് ഈക്വൽ ആണ്. ഇതല്ലേ നമ്മൾ ആദ്യത്തെ ചോദ്യം. സോ ഫസ്റ്റ് ചിത്രം തന്നെയാണ് കറക്റ്റ് ആൻസർ. ഞാൻ ലാസ്റ്റിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൻ്റെ ഉത്തരം കിട്ടിപ്പോകും. ഇതിൻ്റെ ഒന്നും ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തന്നെ പറഞ്ഞത്. ഉത്തരങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല, അതുവരെ കണക്ട് ചെയ്ത കോൺസെപ്റ്റ് കൂടി മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ വീഡിയോൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒരു ലവ് ചിഹ്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അത് മാത്രം പോരാ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാണ്. പേടിക്കേണ്ട കേട്ടോ, ഊഫുണ്ട് കൂടെ. ഡോണ്ട് വെറി കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളൂ. ചോദ്യം ഈ കാണുന്ന ചോദ്യത്തിലേക്ക് നമുക്ക് കുറച്ച് രസമുള്ള ചോദ്യം നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഈ കാണുന്ന ചോദ്യം നോക്കി നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇത് നമ്മുടെ SCRTയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു തരാം. ചിത്രത്തിൽ ഒരു റെഗുലർ പെൻറ്റഗൺ ഉണ്ട്. 5 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള സമപഞ്ചഭുജം. അതിൻ്റെ ഒരു കോർണറിലൂടെ അതിൻ്റെ ഒരു സർക്കിൾ ഇതിൻ്റെ ടാൻജന്റ് ടു ഇറ്റ് സർക്കിൾ ത്രൂ വൺ ഓഫ് ദി വെർട്ടിസസ്. ഒരു ടാൻജന്റ് തൊടുവര വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വെർട്ടെക്സ് കൂടെ, അതായത് ഒരു ബിന്ദുവിൽ കൂടെ നമ്മൾ തൊടുവര വരച്ചിട്ടുണ്ട്. തൊടുവരയും തൊടുന്ന ബിന്ദുവിടെ ഉപഭുജത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള കോണുകൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോണുകൾ കണ്ടെത്തുക. അതായത് ഈ കാണുന്ന ചിത്രത്തിൽ ഈ 2 ആംഗിളുകളും കണ്ടെത്താനാണ് ചോദ്യം. ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞാൽ, ആക്ച്വലി ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിൾ മെത്തേഡ് ഇത്രയുള്ളൂ. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. റെഗുലർ ആയതുകൊണ്ട് ഈ 2 സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എക്സ്, ഇത് 180 - 2x എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ, എത്ര നമുക്കറിയില്ല. സോ നമുക്കറിയാം റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ് ഉണ്ട്. സോ ഈ കാണുന്ന ഒരു ആംഗിൾ കാണാൻ ഒരു പണിയുമില്ല. എന്ത് ചെയ്താൽ മതി, n - 2 × 180 ഡിവൈഡഡ് ബൈ n ചെയ്താൽ ഒരു ആംഗിൾ കിട്ടും. അപ്പോൾ 5 സൈഡ് ആണെങ്കിൽ 5 - 2 നിങ്ങൾക്കറിയാം, 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ചതാണ്. 5 - 2 × 180/5. ഓക്കെ, ഇനി 6 സൈഡ് ആണെങ്കിൽ 6 - 2 ചെയ്താൽ നിങ്ങൾക്ക് ബൈ 6 ചെയ്താൽ എന്ത് കിട്ടും, ഒരു ആംഗിൾ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 180/5 ആണ്. നിങ്ങൾ ചെയ്താൽ എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി കിട്ടും. ഓരോ ആംഗിളും എത്ര ഡിഗ്രി കിട്ടും, 108 ഡിഗ്രി കിട്ടും. 108 ഡിഗ്രി ഓരോ ആംഗിൾ അല്ലേ. നോക്കി നോക്കും, 180 5 കട്ട് ചെയ്താൽ എത്ര 36 അല്ലേ. 180 യെസ് 36, 3 × 36 108 ഡിഗ്രി. അപ്പോൾ ഇത് 108 ഡിഗ്രിയാണ്. മൊത്തം 180 ആണ്. മൊത്തം 180 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 36, ഈ കാണുന്ന ആംഗിൾ 36. അപ്പോൾ ടോട്ടൽ ഇത് 72, 108 മൊത്തം 180. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇനി ഇതേ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ടഫായിട്ട് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഈ മെത്തേഡും കൂടി ചെയ്ത് കാണിച്ചു തരാം. സംഭവം ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് സെൻറ്ററിൽ ഒരു ഡോട്ട് ഇടുന്നു. എന്നിട്ട് ഈ കാണുന്ന ആംഗിൾ എടുക്കുന്നു. ഈ കാണുന്ന ആംഗിൾ നമുക്കറിയില്ല, പക്ഷേ ഈ കാണുന്ന ആംഗിൾ മൊത്തം 108 ഡിഗ്രിയാണ് നമുക്കറിയാം. ഈ കാണുന്ന മൊത്തം ആംഗിൾ 108 ഡിഗ്രിയാണ്. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ n - 2 × 180/n ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 × 180/5 ചെയ്താൽ 108 ഡിഗ്രി കിട്ടും. ഇതിൽ യാതൊരു സംശയമില്ല, 108 ഡിഗ്രി. സോ ഈ കാണുന്ന ആംഗിൾ 54 ഡിഗ്രി, ഈ കാണുന്ന ആംഗിൾ 54 ഡിഗ്രി.
അങ്ങനെ കറക്റ്റ് ബൈസെക്റ്റീവ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് നിങ്ങൾക്ക് അറിയാലോ. കാരണം റേഡിയസും ടാൻജൻറ്റും ആരവും തൊടുവരയും 90 ഡിഗ്രിയാണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 54 കുറച്ചാൽ 36. സോ ഇത് രണ്ടുകൂടിയും കൂട്ടിയാൽ 90 കിട്ടണം. സോ ആൻസർ ആയി. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഇത് ടഫുള്ള മെത്തേഡൊന്നുമല്ല, പക്ഷേ ഒരു ഐഡിയ മനസ്സിലേക്ക് വരണം എന്നുള്ളതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. സോ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ക്വസ്റ്റിനും ആൻസർ ഈസി ആയിട്ട് ചെയ്യാം. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ പോലെ ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം SCRT വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. സോ പ്രിയപ്പെട്ട മക്കളെ, അടുത്തൊരു A+ ലെവൽ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ നല്ലത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ABCPR പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ഇൻ ദ പിക്ചർ AC = BC. ഈ കാണുന്ന 4 പോയിന്റുകളും വൃത്തത്തിലെ പോയിന്റുകളാണ്. ആൻഡ് AC = BC എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം 1ാമത്തെ നമ്പർ, ആംഗിൾ ACB എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണുന്ന ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. കാരണം ഇതൊരു സൈക്ലിക് ആണ്, ചക്രീയമാണ്. സോ ഇത് 70 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 110 ആണ്. അടുത്ത ചോദ്യം, ആംഗിൾ CBT എത്ര? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ഒരു കോഡ് അഥവാ ഞാണും അതിൻ്റെ ഈ കാണുന്ന ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഏത് ആംഗിൾ എടുത്താലും, ഇവിടെയാണെങ്കിലും ഏത് ആംഗിൾ എടുത്താലും സെയിം ആയിരിക്കും. ഇതും X തന്നെ ആയിരിക്കും. ഈ കാണുന്ന ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് 110 ആണ്, ഈ 2 സൈഡും ഈക്വൽ ആണ്. സോ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. സോ അത് 110 ആണെങ്കിൽ ഇത് രണ്ടുകൂടിയും കൂട്ടിയാൽ 70 ഡിഗ്രി കിട്ടും. കാരണം മൊത്തം 180. ഇതൊരു ട്രയാങ്കിൾ ആണ്, മൊത്തം 180 ഡിഗ്രിയാണ്. സോ ഇത് 110 ആണെങ്കിൽ ഈ കാണുന്ന ഓരോ ആംഗിളും എത്രയായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. ഇനി ആൻസർ ഈസിയാണ്, നോക്കി നോക്കും മക്കളെ. ഒരു സർക്കിളിൻ്റെ ഒരു കോഡ് അഥവാ ഒരു ഞാണ് അതിൻ്റെ തൊടുവരയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതെന്നായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അത് നമ്മളിപ്പോൾ വരച്ച ചിത്രം. ഇതൊരു കോഡ്, ഒരു ഞാൻ, ഇതാണ് ആ കോഡ്. ഓക്കെ, അതിൻ്റെ അടുത്തുകൂടി വരയ്ക്കുന്ന ഒരു തൊടുവര, ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അതിനായിരിക്കും ഒരു ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അഥവാ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 35. ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അതാണ് ഇവിടെയും വരിക. 35 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രി അല്ല കേട്ടോ. 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരണം, സെൻറ്ററിൽ വരണം, എന്നാലേ 90 ഡിഗ്രി ആവുള്ളൂ. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ റിപ്പീറ്റ് അഗൈൻ, ഇവിടുത്തെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് മക്കളെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്ന രീതിയിൽ ആ കോൺസെപ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വരച്ച അതേ രീതിയിലുള്ള ഒരു കോഡ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു ഞാനാണെന്ന് വിചാരിച്ചു. ഇതതിൻ്റെ ടാൻജൻ്റ് ആണ് അഥവാ തൊടുവരയാണ്. സോ ഈ കാണുന്ന ടാൻജൻറ്റും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും എന്താണ്? ഈക്വലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഈ കാണുന്ന ആംഗിൾ ഒരു തൊടുവരയും ഈ കാണുന്ന ആംഗിളും ഈക്വലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സർക്കിൾസ് പഠിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന രീതിയിൽ ഏത് പോയിന്റ് എടുത്താലും അതെന്താണ്? ഈക്വലാണ്. സോ അതാണ് ഞാൻ അവിടെ വരച്ചത്. കണ്ടോ? ഇതും എന്താണ്? X ആണ്. ഓക്കെ, സോ ആ ഒരു ഐഡിയ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. നോക്കി നോക്കൂ, സെയിം ഐഡിയ കണ്ടോ? ഇതന്നെയാണ് കോഡ്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ മാക്സിമം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ഇനിയും ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണുക കേട്ടോ. ഇതാണ് മലയാളം ക്വസ്റ്റ്യൻ. അടുത്തൊരു A+ ചോദ്യത്തിലേക്ക് കിടക്കാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല രസമുള്ള 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇൻ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC ടച്ചസ് ദ സൈഡ് സെറ്റ് PQR. അത് 3 സൈഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താണ്? APയുടെ നീളം X എന്നെടുത്താൽ BQയും CRും എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. APയുടെ നീളം X എന്നെടുത്താൽ BQ CR ഇവിടെ നീളം എഴുതുക. അങ്ങനെ APയുടെ നീളം X ആണെങ്കിൽ BQവിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന നീളം കിട്ടിയാൽ മതി. ഈ കാണുന്ന നീളം പറഞ്ഞാൽ 6 - X ആയിരിക്കും. കാരണം ഈ കാണുന്ന നീളം X, ഇത് ഡിഗ്രി അല്ല കേട്ടോ. ഈ കാണുന്ന നീളം X ആണ്, ഈ കാണുന്ന മുഴുവൻ നീളം 6 ആണ്. സോ അത് 6 - X. സോ BQയുടെ നീളം 6 - X. അടുത്ത നമുക്ക് CRൻ്റെ നീളം കാണാൻ പറഞ്ഞിട്ട്, CRൻ്റെ നീളം നമുക്കറിയാം. ഈ കാണുന്ന നീളം 6 - X ആണെങ്കിൽ ഈ കാണുന്ന നീളം എന്തായിരിക്കും? 4 - 6 - X ആയിരിക്കും. ഇനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കറിയാം ഇത് X ആണെങ്കിൽ ഇതെന്താണ്? ഇതും X ആണ്. സിമ്പിൾ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 5 - X ആയിരിക്കും. സോ നമ്മൾ ചോദിച്ചത് BQവിൻ്റെ CRൻ്റെ നീളമാണ്. അപ്പോൾ രണ്ടും കിട്ടി. അപ്പോൾ BQ എന്ന് പറഞ്ഞാൽ എന്താ? 6 - X. CR എന്ന് പറഞ്ഞാൽ എന്താ? 5 - X. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP? APയുടെ നീളം എത്ര? അഥവാ Xൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം.
സോ നമുക്കറിയാം ഈ കാണുന്നത് 5 - x ആണെങ്കിൽ ഈ കാണുന്നത് എന്താണ് 5 - x ആണ്. ഇനി ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. ഈ നീളവും കൂട്ടി എത്ര കിട്ടും? 4 കിട്ടും. അഥവാ ഈ കാണുന്ന ചിത്രത്തിൽ ഈ കാണുന്ന നീളവും കൂട്ടിയാൽ 4. ഈ കാണുന്ന നീളം പറഞ്ഞാൽ 5 - x, അടുത്തത് 6 - x, രണ്ടുകൂടിയും കൂട്ടിയാൽ 4. നമ്പർ കൂട്ടിയാക്കി 5 6 11, 11 - 2x = 4. സോ 2x അങ്ങോട്ട് കൊണ്ടാൽ പ്ലസ് 2x, 11 4 കുറച്ചാൽ 7. സോ 2x = 7 ആണെങ്കിൽ x = 3 a പകുതി 3.5. അപ്പോൾ ഈ കാണുന്ന നീളം എത്രയാണ്? 3.5 ആണ്. ഇതേ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്നത് എന്താണ്? S-4 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? S-4. ഈ കാണുന്ന നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? S-6. ഇനി ഈ കാണുന്ന നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ പഠിച്ചല്ലേ? ഈ കാണുന്ന ചിത്രം നമ്മൾ പഠിച്ചല്ലേ? ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ തന്ന് ഈ കാണുന്ന നീളം A, ഈ കാണുന്ന B, ഈ കാണുന്ന C ആണെങ്കിൽ ഇത് എന്തായിരിക്കും? S-A, ഇത് S-C, ഇത് S-C, ഇത് S-A, ഇത് S-B, ഇത് S-B. ഈ ഇക്വേഷൻ ഓർമ്മയുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. S എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി, ചുറ്റളവിൻ്റെ പകുതി. ചുറ്റളവ് 6 4 10 15. S എന്ന് പറഞ്ഞാൽ 15ൻ്റെ പകുതി 7. സോ ഈ കാണുന്ന നീളം പറഞ്ഞാൽ 7 - 4 ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഉണ്ട്, അതൊന്ന് പോയി കാണുക. ഇതൊരു A+ സീരീസ് ലെവലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈസി ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ചാപ്റ്റർ ഒന്ന് കാണണം കേട്ടോ. അതായത് ഈ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമല്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ബെനിഫിറ്റ് ആണ്. മാക്സിമം 10ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഓരോ ബാച്ച് എൻഡ് ഗെയിമിൻ്റെ സൈലത്തിൻ്റെ എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്പറിൽ വിളിച്ചു നോക്കുക 995400 800. അടുത്ത ചോദ്യം കുറച്ച് രസകരമായുള്ളൊരു ചോദ്യമാണ്. ഈ കാണുന്ന ചോദ്യം ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. XYZ എന്ന് പറയുന്ന ത്രികോണത്തിലെ അന്തർവൃത്തം XY എന്ന വശത്തെ T എന്ന ബിന്ദുവിൽ തൊടുന്നു. അഥവാ XYZ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനുള്ളിൽ ഒരു ഇൻ സർക്കിൾ ഉണ്ട്, അത് T എന്ന് പറയുന്ന പോയിന്റിൽ തൊടുന്നുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ XYയും XZും കൂട്ടുക, XYയും XZും കൂട്ടുക, എന്നിട്ട് YZ കുറയ്ക്കുക, ഈ കാണുന്ന നീളം കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 2XT കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവഴി ബന്ധപ്പെട്ട ഏത് ചോദ്യം എന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാണുന്നത്തെ ഞാൻ X എന്ന് വിളിച്ചാൽ ഈ കാണുന്ന എന്തായിരിക്കും? X എന്നായിരിക്കും. ഈ കാണുന്നത്തെ Y എന്ന് വിളിച്ചാൽ ഈ കാണുന്ന എന്തായിരിക്കും? ഈ കാണുന്ന X എന്ന് വിളിച്ചാൽ ഇത് X ആയിരിക്കും, ഇത് Y എന്ന് വിളിച്ചാൽ ഇത് Y ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇത് Z എന്ന് വിളിച്ചാൽ ഇത് Z ആയിരിക്കും. വേണമെങ്കിൽ ഇതിന് T PQRST UV എന്നൊക്കെ പേരിടാം. ഓക്കെ, എന്തെങ്കിലും പേരിടാം. അപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യപ്രകാരം നമുക്ക് ഓരോന്ന് ഓർഡർ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് XY? XY എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീളം എന്ന് പറഞ്ഞാൽ അത് X+Y ആണ്. XY എന്ന് പറഞ്ഞാൽ X+Y. XZ എന്ന് പറഞ്ഞാലോ? XZ എന്ന് പറഞ്ഞാൽ Y+Z. YZ പറഞ്ഞാൽ -X+Z. -X+Z. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു X+Y +Y +Z -X -Z എന്ന് കിട്ടും. -X -Z ബ്രാക്കറ്റ് ഒട്ടിച്ചാൽ അപ്പോൾ ഏതൊക്കെ വെട്ടിപ്പോവും? +X -X വെട്ടിപ്പോയി, +Z -Z വെട്ടിപ്പോയി, ബാക്കി എന്ത് കിട്ടി? 2Y കിട്ടി. ബാക്കി എന്ത് കിട്ടി? 2Y. ഈ 2Y എന്ന് പറഞ്ഞാൽ എന്താടാ? വാട്ട് ഈസ് 2Y? 2XT അല്ലേ നോക്കി. XT എന്ന് പറഞ്ഞാൽ Y. അപ്പോൾ Y+Y ദാറ്റ് ഈസ് ഈക്വൽ ടു 2Y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2XT. പ്രൂവ് ആയി. സിമ്പിൾ അല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാകണമെങ്കിൽ ഒന്നുകൂടി കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ABC എന്നോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ AABBCC എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ഐഡി ക്രിയേറ്റ് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വെറൈറ്റി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു ടഫ് ഉള്ളതാണോ വെച്ചാൽ ആണ്, അല്ലാന്ന് വെച്ചാൽ അല്ല. ഇൻ ദ പിക്ചർ AB ആൻഡ് CD ആർ പാരലൽ ടു ടാൻജന്റ് ടു ദി സർക്കിൾ സെൻറ്റേർഡ് അറ്റ് O. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും എന്താണ്? പരസ്പരം പാരലൽ ആണ്, അഥവാ സമാന്തരമാണ്. ദ ടാൻജന്റ് ഫ്രം ദി പോയിന്റ് P ഓൺ AB മീറ്റ്സ് അറ്റ് CD at Q. ടാൻജന്റ് എന്ന് പറയുന്ന ഏതാ ടാൻജന്റ്? PQ അല്ലേ? ദ ടാൻജന്റ് ഫ്രം ദി പോയിന്റ് P ഓൺ AB. പിയിൽ നിന്ന് ABയിലേക്കുള്ള തൊടുവര, പിയിൽ നിന്ന് ABയിലേക്കുള്ള തൊടുവര, പിയിൽ നിന്ന് ABയിൽ നിന്ന് എന്താ പറഞ്ഞേ? ദ ടാൻജന്റ് ഫ്രം ദി പോയിന്റ് P ഓൺ AB. ABയുടെ മുകളിൽ നിന്നും പിയിൽ നിന്ന് വരക്കുന്ന തൊടുവര, അതായത് PQ എന്ന് പറഞ്ഞ തൊടുവര എവിടെ കിട്ടുന്നുണ്ട്? CD at Q. CD എന്ന് പറയുന്ന പോയിന്റിൽ Q എന്ന് പറഞ്ഞ പോലെ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ,
എന്നിട്ട് ചോദ്യം എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ഒ പി ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ പി ക്യു. ഒ പി എന്ന് പറയുന്നത് ഈ കാണുന്ന എ പി ക്യുവിൻ്റെ ബൈസെക്ടർ ആണ്, അഥവാ കറക്റ്റ് പകുതിയാക്കുമെന്ന് പ്രൂവ് ചെയ്യണം. സംഭവം സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ചിത്രം ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ? നമുക്കറിയാം ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും റേഡിയസ് ആണ്, രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമുക്കറിയാം RHS എന്ന് പറയുന്ന നിയമപ്രകാരം, അഥവാ റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം, പരീക്ഷ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, ബൈ RHS R എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് മട്ടത്രികോണങ്ങൾ കാണാൻ പറ്റും, ഒന്ന് ഇതും ഒന്ന് ഇതും. അഥവാ ഒ പി ദിനമാണെങ്കിൽ നിങ്ങൾക്ക് ടി എന്ന് കേട്ടോ, ഒ ടി പി അല്ല കേട്ടോ, ആൻഡ് OR P. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിളും ഇതിൻ്റെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. രണ്ടിൻ്റെ ഹൈപ്പർന്യൂസ് സെയിം ആണ്. OP = OP ആണ്, OP = OP ആണ്. ആൻഡ് രണ്ടിൻ്റെ ഒരു സൈഡ് ഈക്വൽ ആണ്, OR = OT. എന്താണ് കണ്ടീഷൻ? രണ്ട് മട്ടത്രികോണങ്ങളാണ്, രണ്ട് മട്ടത്രികോണങ്ങളുടെയും കർണം സെയിം ആണ്, രണ്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് സെയിം ആണ്. അതാണ് RH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറഞ്ഞ സൈഡാണ്, രണ്ടിൻ്റെ ഒരു സൈഡ് ഈക്വൽ ആണ്. ഈ മൂന്ന് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് സോ ആംഗിൾ OPT = ആംഗിൾ OPR ആൻസർ ആയി. അപ്പോൾ ഇത് കറക്റ്റ് രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇത് ഇതിൻ്റെ ബൈസെക്ടർ ആണ്. രണ്ട് ഈക്വൽ ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ബൈസെക്ട് ചെയ്യുന്നതാണ് അർത്ഥം. സോ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, 2 മാർക്കിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള സെഷനാണ്, വീണ്ടും പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ചൊരു ടഫ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ ലൈവ് ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം, കാരണം ലൈവ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. POQ = 90 ഡിഗ്രി. ഈ കാണുന്ന ചിത്രത്തിൽ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് പ്രൂവ് ചെയ്യണം. എങ്ങനെ പോസിബിൾ ആണ് മക്കളെ? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ചിത്രത്തിൽ O എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പരീക്ഷയ്ക്ക് ഏത് വന്നാലും ഇതുപോലത്തെ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സമാന്തരമായ തൊഴിലാണ് ABയും CDയും. ഇത് രണ്ടും പാരലലാണ്. നമുക്കറിയാം ഇത് പാരലലാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ? നമ്മൾ ഏത് വരെ വരച്ചാലും ഈ കാണുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് വരച്ചാൽ ഇതും ഈക്വൽ ആണ്. സോ നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ CQP = ആംഗിൾ QPB. ഓക്കെ, കാരണം രണ്ടും പാരലലാണ്. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ എന്തൊരു കോണില്ലേ? ഓക്കെ, ഇല്ല എത്ര മതി. അപ്പോൾ ഇതിൽ ഞാൻ എന്തെടുക്കുകയാണ്? ഈ കാണുന്ന ആംഗിൾ ഞാൻ X എന്നിട്ട് വിചാരിച്ചോ, ഈ വേണ്ട, ഇതിന് ഞാൻ X എന്നിട്ട് വിചാരിച്ചോ, ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. ഈ കാണുന്ന ആംഗിൾ X ആണെങ്കിൽ നമുക്കറിയാം ഈ കാണുന്ന ആംഗിൾ X ആണ്, യാതൊരു സംശയമില്ലല്ലോ, കാരണം ബൈസെക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് എത്രയായിരിക്കും? 180 - 2x ആയിരിക്കും. 180 - 2x. ഇത് X, ഇത് X, ഇത് മൊത്തത്തിൽ കൂട്ടിയ എത്രയാണ്? 180 ആണ്. സോ ആ 180 ഈ 2x കുറച്ചാൽ കിട്ടുന്നതാണ് ഇവിടെ ഉണ്ടാവുക. സോ ഇത് എന്തായിരിക്കും? 180 - 2x. ഇത് മൊത്തത്തിൽ 180 - 2x, മൊത്തത്തിൽ 180 - 2x = 180 - 2x. സോ ആംഗിൾ ആംഗിൾ OQP = ആംഗിൾ OQP = 180 - 2x പകുതി അല്ലേ? അതായത് ഈ കാണുന്ന ആംഗിൾ 180 - 2x ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 180 - 2x ആണ്. അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. ദാറ്റ് ഈസ് 90 - x. ദാറ്റ് ഈസ് 90 - x. 180ൻ്റെ പകുതി 90, 2xൻ്റെ പകുതി. സോ ഈ കാണുന്ന ആംഗിൾ എത്ര? 90 - x. നമുക്കറിയാം ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. സോ ആംഗിൾ QOP. സോ ആംഗിൾ QOP = ആംഗിൾ QOP = 180 അതായത് മൂന്നും കൂടി കൂട്ടിയാൽ 180. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180. സോ 180ന് ഈ എക്സും 90 - എക്സും കുറച്ചാൽ മതി. x + 90 - x. സോ എക്സും എക്സും വെട്ടി. സോ 180 - 90 = 90. ദാറ്റ് ഈസ് = 90 കിട്ടും. കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, അത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എന്താക്കി തരാം, ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം.
ശ്രദ്ധിച്ചോളൂ. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മക്കളെ എടുത്ത് കാണുക കേട്ടോ. A+ സീരീസ് കൊണ്ടുവരാൻ തന്നെ കാരണം ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് മാറുള്ളൂ. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ കാണുന്ന ആംഗിൾ എക്സ് കിട്ടും. സോ ഇതും എക്സ് ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും സിമ്പിളായിട്ട് കിട്ടുമോ? സോ ഇത് എത്രയായിരിക്കും? 180 - 2x ആയിരിക്കും. സോ ഇതും 180 - 2x ആണ്. അതിൻ്റെ പകുതി 180 - 2xൻ്റെ പകുതി 90 - x ആണ്. സോ ഈ കാണുന്ന ആംഗിളും തമ്മിൽ കൂട്ടിയിട്ട് ഈ കാണുന്ന ആംഗിളിന് ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ഈ കാണുന്ന ആംഗിളും കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. സോ ഈ കാണുന്ന ആംഗിൾ തന്നെ എത്രയായിരിക്കും? 180 നിന്നും ഈ രണ്ട് ആംഗിളും കൂട്ടുക. 90 - x പ്ലസ് എക്സും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ 180 90 വെച്ചാൽ എത്ര? അങ്ങനെ ഇത് 90 ഈസി ആയിട്ട് കിട്ടും. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അടിപൊളി ചോദ്യമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ A+ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് സ്റ്റെക്കായി പോയത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. സോ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കും. ഇനിയും ചോദ്യങ്ങൾ, വെറൈറ്റി ആയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ഉണ്ട്. എന്നാലും നമുക്ക് SCRT പുറത്തിറക്കിയ 3 ടോപ്പിക്കിൽ അല്ലെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇനി വരക്കാനുള്ള ചോദ്യമാണ്. വരക്കാനുള്ള സ്പെഷ്യലായിട്ടൊരു വീഡിയോ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് കാണാം. സോ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഈ ചോദ്യം ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കണ്ടിരിക്കുക. എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. അറിയാത്ത ആൾക്കാർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതൊരു സമപാർശ്വലംബകമാണ്. മക്കളെ അറിയാത്ത ആൾക്കാർ നോട്ട് വെച്ചോ. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ആംഗിളും എന്തായിരിക്കും? കൂട്ടിയാൽ 180 ആയിരിക്കും. ആംഗിൾ A+, ആംഗിൾ D = ആംഗിൾ B+, ആംഗിൾ C = 180 ആണ്. രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ഐസോസ്ലസ് ട്രപ്പീസിൻ്റെ ഇതാണ് കേട്ടോ. അതേപോലെ ആംഗിൾ C = ആംഗിൾ D. ഈ കണ്ടീഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ ഇതിന് ആൻസർ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഐസോസ്ലസ് ട്രപ്പീസ് എന്നാൽ സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ പറഞ്ഞ മെയിൻ കണ്ടീഷൻസ് ആണ്. അടുത്തടുത്ത 2 ആംഗിളും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ആംഗിൾ കൂട്ടി എന്ത് കിട്ടും? 180 കിട്ടും. ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി പാരലൽ സൈഡ്? ഈ രീതിയിലൊരു ചിത്രം വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ ആൻസർ? ഈ കാണുന്ന നീളവും കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് AB + CD. ഇത് ഐസോസ്ലസ് ആവണമെന്നൊന്നുമില്ല. ഏത് കോട്ടിലായിട്ടല്ലോ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. = ഓപ്പോസിറ്റ് സൈഡ് BC + AD ആണ്. നമ്മൾ പഠിച്ചതാണ്. എതിരായിട്ടുള്ള 2 സൈഡുകൾ കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇതിൻ്റെ സൈഡ് കൂട്ടിയാൽ കിട്ടുന്നത്. സോ 4 + 4 8 ആണ്. ഇത് നമ്മൾ ഏത് ട്രയാങ്കിൾ ഇതിലും പറ്റും കേട്ടോ. ഏതിലും പറ്റും. ഏത് ചതുരത്തിലും അല്ലെങ്കിൽ ചതുർഭുജത്തിലും കോട്ടിലായിട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ചോദ്യമാണ് ശ്രദ്ധിക്കുന്നത്. ആംഗിൾ എയും ആംഗിൾ സിയും കാണുക. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കാണുന്ന ആംഗിൾ 100 ഡിഗ്രി ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. സോ ഈ കാണുന്ന ആംഗിൾ ഞാൻ എ എന്നിട്ടു, ഈ കാണുന്ന ആംഗിൾ ഞാൻ എ എന്നിട്ടു, ഇത് ബി എന്നിട്ടു, ഇത് ബി എന്നിട്ടു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂട്ടി എത്രയ്ക്കടാ? A + B = എത്രയായിരിക്കും? A + B. ഇത് 100 ആണ്. സോ ഇത് രണ്ടുകൂടിയും കൂട്ടിയാൽ 80 കിട്ടും. ആണല്ലോ. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ എൻ്റെ പകുതിയും ആംഗിൾ എൻ്റെ പകുതിയും ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ കാണുന്ന മുഴുവൻ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ പകുതിയും എന്തായിരിക്കും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. സോ ഈ കാണുന്ന എയും ഈ കാണുന്ന ബിയും എന്താണ്? ഈക്വൽ ആണ്. സോ A = B. അവിടെ കൊടുക്കാം. A + B സ്ഥാനത്ത് A, ദാറ്റ് = 80. സോ A + A എന്ന് പറഞ്ഞാൽ 2A = 80. അതിൻ്റെ അർത്ഥം 2A എന്ന് പറഞ്ഞാൽ ആംഗിൾ A ആണ്. സോ ആംഗിൾ A = എന്ത് കിട്ടി? 80 കിട്ടി. സോ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 80 ആണ്. ഓക്കെ. ഇനി അടുത്തത് നമുക്കറിയാം. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ആണ്. സോ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 80. സോ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. സോ ആംഗിൾ ഡി = 180 - 80. കേട്ടോ, നല്ല നല്ല ക്വസ്റ്റ്യനാണ്. 100 ഡിഗ്രി. സോ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രിയാണ്. സോ ഈ കാണുന്ന ആംഗിൾ 100 ഡിഗ്രിയാണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 100 ആണ്. ആംഗിൾ ഡി = ആംഗിൾ സി ആണ്. സോ രണ്ടിൻ്റെ ആൻസർ കിട്ടി. സോ പ്രിയപ്പെട്ടവർക്ക് ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ എന്താക്കുക? അടിപൊളിയായിട്ട് പഠിക്കുക. 10-25ഓളം മിനിറ്റുള്ള അല്ലെങ്കിൽ 26ഓളം മിനിറ്റുള്ള കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ്.
ഇനിയും തുടർന്ന് നമുക്ക് ഇതുപോലെ A+ സീരീസുകളായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇസ്മി ഷാദ് റംസാൻ ലേണിംഗ്.